This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചിറ്റാരിക്കാൽ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനവും കുടുംബസംഗമവും ചിറ്റാരിക്കാൽ CDA ഹാളിൽ വെച്ച് നടന്നു. TG ദേവസ്യ സ്വാഗതം ആശംസിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് ജിജോ P. ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം അലോഷ്യസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരവ് ജില്ലാ പ്രസിഡന്റ് K. ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. GK ഗിരീഷ്, PT ബെന്നി, ജോമി ജോസ്, രാജേഷ് കുമാർ T, വർഗീസ് CM, റോയി KT, VK പ്രഭാവതി, മാർട്ടിൻ ജോർജ്, ബിജു അഗസ്റ്റിൻ, ഷിനു തോമസ് എന്നിവർ സംസാരിച്ചു. സോജിൻ ജോർജ് KM നന്ദി രേഖപ്പെടുത്തി. സുപ്രീം കോടതി വിധികളും ഹൈക്കോടതി വിധികളും പലതും വരാറുണ്ട്. മുമ്പൊക്കെ സർക്കാരുകൾ അത്തരം വിധികൾ വരുമ്പോൾ കേരള പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന അത്തരം നിയമങ്ങളും തീരുമാനങ്ങളും കോടതിയുടെ ഭാഗത്ത് വരുമ്പോൾ അത് തീർക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ പകരം കോടതി എന്തെങ്കിലും പറഞ്ഞാൽ അത് അധ്യാപകരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ അവിടെ സർവീസിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പോകുന്ന സർക്കാരുകളാണ് കേരളത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ജോലി നിലവിലിരിക്കുന്നത്. സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ചിറ്റാരിക്കാൽ എല്ലാവിധ ആശംസകളും ഭാവി ജീവിതത്തിലേക്കുള്ള എല്ലാവിധ പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ ഗിരീഷ് മാഷ്, ജോബി സാർ, ബെന്നി സാറിനും അവരുടെ ശിഷ്ട ജീവിതം അവരൊന്നും വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. ഇരിക്കുന്ന ആളുകളൊന്നും വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതല്ല. ഞാൻ ജസ്റ്റിനോട് ചിലക്കൊക്കെ ഞാൻ ഒന്നിച്ചു പറയാറുണ്ട്, റിട്ടയർഡ് ആയി കഴിയുന്ന ആളുകളെ കാണുമ്പോൾ വളരെ പെട്ടെന്ന് ഇത് ശരിക്കും യഥാർത്ഥത്തിലുള്ള കാര്യമാണ്. കാരണം എന്താണ്, റിട്ടയർഡ് ആളുകൾ ചിറ്റാരിക്കാൽ ടൗണിലേക്ക് നിങ്ങൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവരെന്നും ഊർജ്ജസ്വലതയോടെയാണ് നിൽക്കുന്നത്. PS സബാഷി മാഷ്, KC സബാഷി മാഷ്, രാജേഷ് സാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ചിറ്റാരിക്കാലിലെ സാമൂഹ്യ സേവന രംഗത്ത് തനതായ വ്യക്തിത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരാരും വീട്ടിലിരിക്കാൻ പോകുന്ന ആളുകളല്ല. ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഈ ജിംസിലൊക്കെ കണ്ടേ ഒന്നുകൂടെ സർവീസ് കയറാൻ വേണ്ടി തോന്നുമെന്ന തരത്തിലേക്ക് സംഗതി മാറും. കാരണം എന്തായോ, ഒരു വർഷം കഴിഞ്ഞാൽ ഏരിയോടെ വിസിറ്റില്ല. ഈ മാർച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് SSAയുടെ ഓഡിറ്റില്ല. അതല്ലെങ്കിൽ ഓരോ ദിവസം വരുന്ന മെയിലുകൾക്ക് മറുപടി കൊടുക്കേണ്ടതില്ല. സ്കൂളിലെ പ്രശ്നങ്ങൾ ഇടപെടേണ്ടതില്ല. വളരെ ശാന്തമായി മോഹൻ മാഷെ കുട്ടികളായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. മോഹൻ മാഷൊക്കെ വളരെ ചെറുപ്പക്കാരായി മാറുന്നതിന് സംശയമൊന്നുമില്ല. ഇപ്പം സർവീസ് ഇരിക്കുന്നത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടെ പറയുന്ന കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. ഒരു പ്രിയപ്പെട്ട പ്രസിഡന്റ് അധ്യാപകർ അനുഭവിക്കുന്ന സ്ട്രെസ് ചെറുതൊന്നുമല്ല. എല്ലാ മേഖലയിലും സ്ട്രെസ്സാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികളെ തല്ലാൻ പറ്റുന്നില്ല, വഴിപ്പറയാൻ പറ്റുന്നില്ല. രക്ഷിതാക്കളോട് ഒന്ന് ലേശം നമ്മുടെ സംസ്ഥാനത്തിൽ ടോൺ മാറിക്കഴിഞ്ഞാൽ അവരുടെ പരാതി വേറെയാണ്. ഇങ്ങനെ മാനസികമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.